ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് അപ്പസ്തോലപ്രവൃത്തി 2-ാം അധ്യായം 41-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമെടുത്ത് വായിക്കാം. അപ്പസ്തോലപ്രവൃത്തി 2-ാം അധ്യായം 41-ാമത്തെ വാക്യം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു പ്രത്യേകതയുള്ള ഞായറാഴ്ചയാണ്. ഇന്ന് ലോകമെമ്പാടും പെൻഡക്കോസ്റ്റ് സൺഡേ എന്നറിയപ്പെടുന്ന ഒരു ആഴ്ച, പെൻഡക്കോസ്റ്റ് സൺഡേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അപ്പസ്തോലപ്രവൃത്തി വായിക്കുമ്പോൾ പെന്തക്കോസ്ത് ദിനം ആഗതമായപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവ് പറഞ്ഞ വാക്തത്വം, ഉയരത്തിനുള്ള ശക്തി അവരിലേക്ക് കടന്നു വരുവാനിടയായി. കൊടിയ കാറ്റടിക്കുന്ന പോലെ ശബ്ദമുണ്ടായി. തീനാവുകളുടെ രൂപത്തിൽ അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. പത്രോസ് അതിനുശേഷം പ്രസംഗിച്ചു. 3000 പേര് എന്ത് ചെയ്തു? സ്നാനമേൽക്കാനിടയിൽ. ആ ദിവസമാണ് ഒരാൾ ചോദിക്കാൻ, നിങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ചോദിക്കും, ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കും. സത്യത്തിൽ ദൈവസഭയുടെ ബർത്ത്ഡേ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഈ പെന്തക്കോസ്ത് ദിവസം. അന്നാണ് ബർത്ത്ഡേ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കലും. ഇത് കർത്താവ് പറഞ്ഞ വാക്ക്. ലേഖനം എഴുതിയ പൗലോസ് ഓരോ ലേഖനം എഴുതുമ്പോഴും തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഈ കർത്താവിൻ്റെ കാന്തയായ ദൈവസഭയെ എങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്യണമെന്നാണ്. അതാണ് പൗലോസിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ ദിവസത്തിന് പ്രത്യേകത. ഈ ബർത്ത്ഡേ, ഞാൻ പറഞ്ഞു പെൻഡക്കോസ്റ്റ് ദിവസമാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞു. കാരണം എന്താ? 3000 പേര് ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ രക്ഷിക്കപ്പെടുവാനും സ്നാനമേൽക്കുവാനും ഇടയായി എന്നുള്ളതാണ് സത്യം. ഭൂമിയിലൊരു ദൈവസഭയുടെ ആവിർഭാവം. ഈ പെന്തക്കോസ്ത് ദിവസം എന്ന് പറയുന്നത് എന്താ പ്രത്യേകത? എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? അത് സമ്മതിച്ചു. പെന്തക്കോസ്ത് ദിനം എന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ടല്ലോ. അത് പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. പഴയ നിയമത്തിൽ ശ്രദ്ധിക്കണം. ഈ പെന്തക്കോസ്ത് ദിനം എന്ന് പറയുന്നത് ആദ്യ ഫലം, അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് കൃഷിയിടത്ത് കൃഷി ഇട്ടു. കൃഷിയിടുമ്പോൾ കൃഷിയിലുള്ള എല്ലാ വിത്തും ആവുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കുറച്ചൊക്കെ എന്ത് ചെയ്യും? അത് കതിരുണ്ടാവും. ആദ്യം ഉണ്ടാകുന്ന കതിരുകൾ, അതിൻ്റെ ഉത്സവമാണ് എന്തെന്ന് പറയുന്നത്? പെന്തക്കോസ്ത് ദിനം എന്ന് പറയുന്നത്. അത് എടുക്കുന്ന ഇതിനെക്കുറിച്ചാണ് ആ പറയുന്നത്. അപ്പോൾ അത് ആയ ഫലം നമ്മൾ ആ വയലിൽ നിന്ന് എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത് എടുക്കുമല്ലോ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആ ചെയ്ത കാര്യമാണ്, ആ ദിവസമാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ആദ്യ കറ്റകൾക്ക് അല്ലെങ്കിൽ ആദ്യ ഫലത്തിന് എന്തുണ്ട്? കുറെ കഷ്ടവും നഷ്ടമൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? സഹിക്കേണ്ടി വരും. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. സ്വർഗത്തിലെ പ്രതിഫലം കൂടിയിരിക്കും. ആദ്യ ഫലങ്ങൾക്ക് കുറച്ച് മറ്റുള്ളവർക്ക് മാതൃകയാവും. പല കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാൽ ഈ ബർത്ത്ഡേയുടെ ദിവസം, ദൈവസഭയുടെ ബർത്ത്ഡേ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. ആദ്യ കറ്റ എന്ന് പറയുന്നത് ഒറ്റയ്ക്കും തെറ്റയ്ക്കുള്ള എന്താണ്? ധാന്യമാണെങ്കിൽ
പെന്തക്കോസ്ത് ദിനത്തിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് എത്ര പേര് രൂപാന്തരപ്പെട്ടത്? 3000 പേരെ രൂപാന്തരപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ളതല്ല, ഒരു ആത്മാക്കളുടെ ഒരു കൊയ്ത്തിൻ്റെ ആരംഭമായിട്ട് ആ ദിവസത്തെ ദൈവം മാറ്റുന്നതാണ്. കേട്ടോ, ആത്മാക്കളുടെ ഒരു കൊയ്ത്തിൻ്റെ ആരംഭമായിട്ട് ആ ദിവസത്തെ മാറ്റി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ദൈവസഭയുടെ ബർത്ത്ഡേയുടെ പ്രത്യേകത ഒറ്റയ്ക്കുള്ള ഒന്നല്ല, ഒരു വലിയ കൂട്ടത്തെ, ആത്മാക്കളുടെ ഒരു കൂട്ടത്തെ കർത്താവിന് വേണ്ടി കൊണ്ടുവരേണ്ട ഒരു വലിയ ശുശ്രൂഷയുടെ ആരംഭമാണ് ആ ബർത്ത്ഡേയുടെ പ്രത്യേകത. രണ്ടാമത്തെ കാര്യം, ഒരു വാക്യം നമുക്ക് വായിക്കാം. പ്രവാചകനായ ജെറമിയ 31-ാം അധ്യായം 33-ാമത്തെ വാക്യം ഒന്ന് എടുക്കാം. ജെറമിയ പുസ്തകം 31-ാം അധ്യായം 33-ാമത്തെ വാക്യം. ഈ കാലം കഴിഞ്ഞ ശേഷം എങ്ങനെയാകുന്നു? ഞാൻ എൻ്റെ ന്യായപ്രമാണം സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജെറമിയ പുസ്തകത്തിൽ 31-ാം അധ്യായം 33-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ഹിതം, അത് പണ്ട് എങ്ങനെയാണ് കൊടുത്തത്? കല്ലുകളിലോ ടാബ്ലറ്റ്സിലോ കൊടുത്തത്. ടാബ്ലറ്റ്സ് കല്ലുകളിൽ എഴുതി കൊടുക്കുക ചെയ്തു. കർത്താവ് പറഞ്ഞു, ഇനി കല്ലുകളിലൊന്നല്ല എഴുതാൻ പോകുന്നത്. എവിടെയാ? ഹൃദയങ്ങളിലാണ്, മാംസപ്പലകളിലാണ് എഴുതാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ച കാര്യം, പെന്തക്കോസ്ത് ദിനത്തിൽ സംഭവിച്ച കാര്യം, അവിടെ കൂടി വന്ന ജനത്തിൻ്റെ മേലെ ആര് വന്നു? പരിശുദ്ധാത്മാവ് വരികയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവർക്കറിയാത്ത ഭാഷകളിൽ പോലും അവരെന്ത് ചെയ്തു? സംസാരിക്കാനിടയിൽ. അന്ന് ജെറൂസലേമിൽ വന്നുകൂടിയ അനേക ഭാഷക്കാർ, അനേക രാജ്യക്കാർ അത് കണ്ട് എന്ത് ചെയ്തു? ഓടിക്കൂടി. അവരിൽ നിന്ന് അനേകർ രക്ഷിക്കപ്പെടുവാനും സ്നാനമേൽക്കുവാനിടയിൽ. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം ഒരു ഇനോഗ്രൽ ഡേ ആയിരുന്നു. എന്ത്? കല്ലിൽ നിന്ന് ഹൃദയത്തിലേക്ക് മാറ്റുന്ന ഒരു ശുശ്രൂഷ. അതാ പ്രത്യേകത. കല്ലിൽ നിന്ന് ഹൃദയത്തിലേക്ക് മാറ്റുന്ന ഒരു ശുശ്രൂഷ. അത് ഞാൻ പറഞ്ഞു, ധാന്യത്തിൽ നിന്ന് ആത്മാക്കളിലേക്ക് മാറ്റുന്നൊരു ശുശ്രൂഷ. ഇവിടെ കല്ലിൽ നിന്ന് മാംസപ്പലകൾ ഹൃദയത്തിലേക്ക് മാറ്റുന്ന ഒരു ശുശ്രൂഷ. മൂന്നാമത്തെ കാര്യം, അന്ന് നടന്നൊരു പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറയുന്നത്. അന്ന് അവരെവിടെ കൂടി വന്നത്? മർക്കോസിൻ്റെ മാളിക മുറിയിൽ. 100-ലധികം ആൾക്കാർക്ക് ഇരിക്കാൻ കഴിയാവുന്ന ഒരു ഹോളായിരുന്നു അവരുടെ ഹോള്. സാധാരണ പണക്കാരനൊന്നും അല്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. 100 ആൾക്ക് ഇരിക്കാവുന്ന അന്ന് കാലത്തുണ്ടായിരുന്ന ഒരു വിപുലമായൊരു മർക്കോസിൻ്റെ മാളിക മുറിയിൽ, മാളിക തന്നെ ഇരിക്കണം. അവിടെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരും അമ്മയായ മറിയൊക്കെ കൂടിയിരുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ്. അന്നും പിരിച്ചൊരിക്കൽ വൻമാളികമാതിരി ഒരു മാളിക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഹൃദയത്തിൽ ആഗ്രഹമുള്ളവർ ദൈവം ഉപയോഗിക്കും. അന്നും ഇന്നും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ പെരുന്നാൾ എവിടെ നടക്കുന്നത്? അത് ജെറൂസലേമിലാണ്. അവിടെയാണ് ആഘോഷം. അവിടെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നും മാറി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ആൾക്കാർ വിശ്വാസത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, ആരാധനയോടുകൂടെ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്ന സ്ഥലത്താണ്
അന്ന് ആ സംഭവം നടക്കുന്നത്. ശരിയല്ല? പലപ്പോഴും അങ്ങനെയാണ്. ദൈവജനം പള്ളിയിലിരുന്നപ്പോഴൊന്നുമല്ല പല കാര്യങ്ങളും നടന്നത്. മനായേനും ശൗലും ബർണബാസും ഒക്കെ ഒരു സ്ഥലത്ത് അവർ കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പൗലോസിനെയും ബർണബാസിനെയും ഞാൻ ഏൽപ്പിച്ച വേലയ്ക്കായിട്ട് എന്ത് ചെയ്യണം? വേർതിരിക്കണം. ഇപ്പോൾ എവിടെ വെച്ചാണെന്ന്? പള്ളിയിൽ വെച്ചാണോ? അല്ല. പല കാര്യങ്ങളും നടക്കുന്നത് അങ്ങനെയല്ല. പല കാര്യങ്ങളും ദൈവം ഇടപെടുന്നത് പ്രത്യേകതയോടുകൂടി. ദൈവത്തിന് മുഖപക്ഷം ഇല്ലതാണ്. പൗലോസിനോട് ഇടപെടുന്ന കർത്താവ് അനനിയാസിനോട് ഇടപെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് കൊർന്നേലിയസിനോട് ഇടപെടുന്ന കർത്താവ് പത്രോസിനോട് ഇടപെടുന്നു. പത്രോസ് ആര്? അനനിയാസ് ആര്? അല്ല, കൊർന്നേലിയസ് ആര്? അനനിയാസ് ആര്? ദൈവസഭയെ പീഡിപ്പിച്ച പൗലോസ് ആര്? ദൈവത്തിന് മുഖപക്ഷമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ദൈവസഭയുടെ ബർത്ത്ഡേ ദിവസം ഉണ്ടാകാനുള്ള മറ്റൊരു പ്രത്യേകത ഈ പറയുന്നത്, മൂന്നാമത്തെ പ്രത്യേകത. ആ പ്രത്യേകത സോ കോൾഡ് ടെമ്പിളിൽ നിന്ന്, ആലയങ്ങളിൽ നിന്ന്, ദേവാലയങ്ങളിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറി? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങളിലേക്ക് മാറുവാനിടയാണ്. കേട്ടോ? വളരെ വിലപിടിപ്പുള്ള കല്ലുകൊണ്ടും വളരെ മനോഹരമായി നിർമ്മിച്ച ആലയങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് ആവസിക്കുന്ന സ്ഥലത്തെ ദൈവം കാണുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ആ ദൈവസഭയുടെ ബർത്ത്ഡേയുടെ നടന്ന ഒരു അത്ഭുതകരമായ മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്, നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ആലയമാക്കി കർത്താവ് മാറ്റിയെന്നുള്ളത്. ഒരു വാക്യം വായിക്കാം. വിശുദ്ധനായ പൗലോസ് കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുന്ന കർത്താവ് അരുളി ചെയ്യും, അശുദ്ധമായിട്ടൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോരണം. വിഗ്രഹങ്ങളുടെ ഇടയിൽ നിന്ന് മാറിപ്പോണം. തെറ്റായ ആലോചനകളിൽ നിന്ന് മാറിപ്പോരണം. അങ്ങനെ നിങ്ങൾ മാറിപ്പോകുമ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിട്ട് മാറും എന്ന കർത്താവ് പറയുന്നത്, സർവശക്തനായ കർത്താവ് പറയുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങളാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ ആലയം. അതും അന്നത്തെ ദിവസം നിറവേറാനായിട്ടിടയിൽ ആൾക്കാർ പ്രതീക്ഷിച്ചത് മുഴുവൻ എവിടെ? ജെറൂസലേമിലും ഒക്കെയാണ്. സംഭവം നടന്നത് എവിടെയാണ്? പെന്തക്കോസ്ത് നാളിൽ ഇവിടെ. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് ആഗ്രഹം ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഹൃദയമുള്ള മനുഷ്യരെയാണ്. ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, ഒരാൾ മാത്രമാണെങ്കിലും ദൈവം അയാളുടെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് മെജോറിറ്റി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ നാമാൻ എന്ന കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചതിൻ്റെ കാരണം എന്താണ് കാരണം? സിറിയ രാജ്യത്തിൽ നിന്നാണ് ആര് വന്നത്? നാമാൻ വന്നത്. എന്തായിരുന്നു അയാൾ വരാനുള്ള കാരണം? അതായത് അയാൾ കുഷ്ഠരോഗിയായിരുന്നു. അയാൾക്കൊരു സൗഖ്യ ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് പീറ്റർ ബ്രദർ പറഞ്ഞത്. അല്ല, പീറ്റർ ബ്രദർ പറഞ്ഞത് പരിചാരിയെ കുറിച്ചാണ് പറഞ്ഞത്.
ആരീ പരിചാരിക? അവർ വല്ല വലിയ ഓഫീസർ എങ്ങാനാണോ? അല്ല. ആരാണ് അവര്? ആ സ്ത്രീയുടെ പേര് പോലും അവിടെ എഴുതിയിട്ടില്ല. ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? പരിചാരികയുടെ പേര് എഴുതിയിട്ടില്ല. പിന്നെ എന്താ പ്രത്യേകത? അവള് അങ്ങനെയല്ല പറഞ്ഞത്. അവള് മുങ്ങാൻ പറഞ്ഞില്ല. അവളൊരു കാര്യം പറഞ്ഞു. അവള് വേലക്കാരിയാണ്. അവള് എനിക്ക് തോന്നുന്നു വീട്ടിലെ ഡ്രസ്സൊക്കെ കഴുകിയിടുന്ന ആളായിരുന്നു. അടിമ തന്നെയാണ് അവള്. സത്യത്തിൽ എബ്രായ ദേശത്തെ അടിമയല്ലെങ്കിലും അവളിപ്പോ സിറിയൽ അടിമയാണ്. സിറിയയിൽ ചെന്ന അടിമ തന്നെ. കാരണം അവിടെ നല്ല പുഴകളുള്ള സ്ഥലമാണ്, നല്ല ബിസിനസ്സുള്ള സ്ഥലമാണ്, ഒത്തിരി കാര്യങ്ങളുള്ള ഒരു നല്ല സ്ഥലമാണ്. പ്രത്യേകിച്ച് ജയം നേടിയ ഒരു രാജാവുള്ള സ്ഥലമാണ്. അവിടുത്തെ ഒരു മന്ത്രിയുടെ വീട്ടിൽ അവൾക്ക് ജോലി. നന്നായി ജോലി ചെയ്യുന്ന പെൺകുട്ടിയായിരിക്കും. പക്ഷെ അവൾക്ക് മറ്റുള്ള ജോലിക്കാരിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും ഇപ്പോൾ കാനഡയിലും ജർമ്മനിയിലും UK യിലും പല സ്ഥലത്തും പോവുകയാണ്. അവിടെ ചെന്നൊക്കെ അവർ പഠിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി നല്ല വഴിയിൽ നിൽക്കാനും സാധ്യതയുണ്ട്. അതിനേക്കാളേറെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകാനും സാധ്യതയുണ്ട്. അത്രമാത്രം ലോകം ആകർഷിക്കുന്ന തരത്തിലുള്ള സിസ്റ്റംസാണ് ഇന്ന് പല രാജ്യങ്ങളിലുള്ളത്. പ്രത്യേകിച്ച് അവിടെ ചെല്ലുമ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യം. അവർ പഠിക്കുന്ന കോളേജിലും പഠിക്കുന്ന സ്കൂളിലും ഒക്കെയും അതിര് കവിഞ്ഞ സ്വാതന്ത്ര്യം. ദൈവത്തെക്കുറിച്ച് പറയാൻ പോലും പാടില്ല എന്നുള്ള മട്ടിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. നന്നായി നമ്മുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർ പോകുമ്പോൾ ലോകത്തിൻ്റെ കറ പറ്റാതെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ, മാതാപിതാക്കളൊക്കെ പിടിച്ചു വെക്കുന്ന ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ സ്വർഗത്തിലെ ദൈവം അവരെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുക. പക്ഷെ ഇവൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവള് കഠിന ജോലി ചെയ്യുന്നവളായിരിക്കാം, നല്ല മിടുക്കിയായ ഒരു വേലക്കാരി ആയിരിക്കാം. പക്ഷെ അവൾക്ക് മറ്റു വേലക്കാരിൽ നിന്ന് വ്യത്യാസമുള്ളൊരു ഗുണമാണ്. എന്താ വ്യത്യാസം എന്നറിയാം? അവളെക്കുറിച്ച് എന്തോരം പ്രസംഗിക്കപ്പെട്ടിരിക്കുന്നു. ശരിയല്ലേ? കർത്താവ് തന്നെ പറഞ്ഞു, അനേക കുഷ്ഠരോഗികൾ സിറിയയിലുണ്ടായിരുന്നു. പക്ഷേ ആ നാമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയല്ലാതെ വേറെ ആരും സൗഖ്യമായില്ല. അപ്പോൾ ഇസ്രായേൽക്കാർക്ക് ഒട്ടും ഇഷ്ടായില്ല ഇത് പറഞ്ഞപ്പോൾ. കർത്താവ് ഇത് പറഞ്ഞു. കർത്താവ് ആ നാമാൻ്റെ വിശ്വാസത്തെയും ആ ബാലികയുടെ പ്രവൃത്തിയെയും സകല ജനത്തിൻ്റെ മുമ്പിൽ വാക്ക് പറയുകയായിരുന്നു. ചുരുക്കം പറഞ്ഞ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നെ ജനത്തിൻ്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ ദൂതന്മാരുടെ മുമ്പിൽ എന്ത് ചെയ്യും? ഏറ്റുപറയും. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇതുപോലൊരു അവസരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് കൊടുത്തിട്ടുണ്ട്? ഒരു ചോദ്യം ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, ആരാധനയ്ക്ക് വരുന്നുണ്ട്, സാമ്പത്തികമായി ദൈവസഭയെ സഹായിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. നമ്മുടെ ശുശ്രൂഷകൾ പലതും നടക്കുന്നത് സഭാ ഹാളിലാണ്. ഈ ഹാളിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, മറ്റുള്ളവരുടെ ഇടയിലേക്ക് നമ്മൾ പോകുമ്പോൾ, ബന്ധുമിത്രാദികളുടെ ഇടയിലേക്ക് പോകുമ്പോൾ, മറ്റുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ജാള്യതയുണ്ടോ? നാം കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? ഉറച്ച സ്വരത്തിൽ നാം കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? കർത്താവ് ആരെന്ന് പറയുന്നുണ്ട്? ഇതൊരു ചോദ്യമാണ്. ഈ വേലക്കാരിയുടെ പ്രത്യേകത, അവളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടില്ല, ജോലിയെക്കുറിച്ച് എഴുതിയിട്ടില്ല, കാര്യമായി വലിയ ജോലിയാണെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ അവളൊരു കാര്യം അവളെക്കുറിച്ച് പറയുന്നു. അവൾ പറയാണ്, എൻ്റെ യജമാനൻ, ആ കുഷ്ഠരോഗിയായ നാമാൻ, അദ്ദേഹം സമറിയായിലെ ഞങ്ങളുടെ പ്രവാചകന്റെ അടുത്ത് പോയാൽ എന്ത് ലഭിക്കും? സൗഖ്യം ലഭിക്കും. എന്തൊരു കാര്യം അവൾ പറയുന്നത്! ഇസ്രായേൽ ദേശത്ത് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി. അതെ, പിടിച്ചുകൊണ്ട് എക്സൈലാണ്. അതായത് അവള് ജോലി അന്വേഷിച്ചു പോയതൊന്നുമല്ല. അതായത് ഈ
അടിമയായിട്ട് അന്ന് ഈ പ്രവാസി എന്ന് പോലും പറയാൻ പറ്റില്ല, പിടിച്ചു കൊണ്ടുപോയതാ, ബലമായി കൊണ്ടുപോയതാ. പക്ഷെ അവള് നമുക്കൊരു ഉദാഹരണം. എന്നറിയാം, ഏത് കഷ്ടത്തിൻ്റെയും പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും മധ്യ ആണെങ്കിലും ശ്രദ്ധിക്കുക, എത്ര വലിയ ബന്ധനത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും, എത്ര വലിയ അസ്വാതന്ത്ര്യത്തിൻ്റെ ബന്ധത്തിലാണെങ്കിലും അവൾക്കൊരു പ്രത്യേകതയുണ്ട്. അവൾ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന്, ആരാധിക്കുന്ന ദൈവത്തെ സേവിക്കുന്നവരാണെന്ന്, അവൻ സൗഖ്യദായകനാണെന്ന്, അവൻ കർത്താവാണെന്ന് എത്ര വലിയ മന്ത്രിയുടെ മുമ്പിലും എത്ര വലിയ പദവിയുള്ളവന്റെ മുമ്പിലും പറയാൻ മടി കാണിക്കാത്ത ഒരു ബാലിക്കാരി. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവ് മാനിക്കുന്നു. ഇന്നും കർത്താവ് മാനിക്കും, നാളെയും മാനിക്കും. കർത്താവ് പറഞ്ഞ ദൂതന്മാരുടെ മുമ്പിൽ, ലോകത്തിലെ മന്ത്രിമാരുടെ മുമ്പിലല്ല, ദൂതന്മാരുടെ മുമ്പിൽ, അസംഖ്യ ദൂതന്മാരുടെ മുമ്പിൽ ഞാൻ അഭിമാനത്തോടെ പറയും, എനിക്ക് വേണ്ടി പറയുന്നത്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക, ചലഞ്ച് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം ഓരോ ദിവസം ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നു. ഒരു പ്രതികൂലത്തിൻ്റെ മധ്യം ഒരു കന്യാസ്ത്രീയുടെ മുമ്പിൽ വെച്ചായാലും, ഒരു അച്ഛൻ്റെ മുമ്പിൽ വെച്ചായാലും, ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുമ്പിൽ വെച്ചായാലും ധൈര്യമായിട്ട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നു, എൻ്റെ കർത്താവ് ആരാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ MLA ആയിട്ട് സീറ്റ് കിട്ടും എന്ന് പലവട്ടം പറഞ്ഞ് ആ നാവിൻ തുമ്പത്തി നഷ്ടപ്പെട്ടു പോയ ഒരാളാണ് സാൻഡ്ര കെ തോമസ് എന്ന് പറയുന്ന ആൾ. ബൈബിളിൽ നിന്നൊക്കെ സംസാരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒന്ന് പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതേ ഇടയ്ക്ക് വന്ന് എന്നെ കാണുകയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവ് അദ്ദേഹത്തിന് ഒരു MLA ആക്കി മാറ്റണം, പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്ന ഒരു MLA ആക്കി മാറ്റണം. പക്ഷേ ഈ സമയം വരെ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രി വരെ ആയിട്ടുണ്ടെങ്കിൽ പോലും അവർ കർത്താവിനോടും പ്രാർത്ഥിക്കുന്നുണ്ട്, മൂകാംബിയിലും പോകുന്നുണ്ട്, മാറിയും പറഞ്ഞാൽ പോകുന്നത്. അവർ പോണേൻ്റെ കാര്യം എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. എല്ലാം ശരിയെന്നുള്ള തരത്തിലാണ് പലരും പോകുന്നത്. എന്നാലൊട്ട് അവർക്കറിയാം ദൈവജനം ഒരു വലിയൊരു നിർണായക ഘടകമാണെന്ന് വിശ്വസിക്കുന്നവരുമാണ്. പല പ്രവാചകന്മാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ അവർ പോയിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, കർത്താവിനെ മാനിക്കുന്ന ഒരനുഭവം അത് കർത്താവ് ഒരിക്കലും മറക്കില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മെ കർത്താവ് പുതിയ നിയമത്തിൽ ആരാക്കിയ മാറ്റിയിരിക്കുന്നത്? ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. ഈ ദൈവസഭയുടെ ബർത്ത്ഡേയിൽ നടന്ന ഒരു അത്ഭുതകരമായ ഒരു ട്രാൻസ്ഫോർമേഷനായി പറയുന്നത്. മറ്റേത് പള്ളിയിൽ ആരുണ്ട്? പുരോഹിതന്മാരുണ്ട്, പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, പലവിധ ആൾക്കാരവിടെ ഉണ്ട്, ലേവ്യരുണ്ട്. പക്ഷേ അന്ന് നടന്നൊരു പ്രത്യേകതയാണ്. ഞാൻ നിങ്ങളെ ആരാക്കി മാറ്റും? രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും എൻ്റെ സ്വന്തം ജനമാക്കി മാറ്റി. അങ്ങനെ മാറ്റിയത് കൊണ്ടാണല്ലോ അന്ന് അവരെല്ലാവരും പ്രവചിച്ചു, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു, എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചു, എല്ലാവരും ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഘോഷിച്ചു. അതൊരു തുടക്കമായിരുന്നു. അവിടേക്ക് മാത്രമല്ല, പിന്നീട് ജാതികളുടെ ഇടയിലേക്ക് ആഗ്രഹത്തോടെ പോയവരെ മുഴുവൻ കർത്താവ് ഉപയോഗിക്കാനിടയായി. എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവത്തെ അറിയുന്നവരെയും ദൈവത്തിൻ്റെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റുന്ന പ്രക്രിയയുടെ ആരംഭമായിരുന്നു ആ ബർത്ത്ഡേ. അടുത്ത പ്രത്യേകത, ആലയത്തിൽ നിന്നുണ്ടായിരുന്നത് മുഴുവൻ സാക്രിഫൈസുകളായിരുന്നു, യാഗങ്ങളായിരുന്നു. ഭയങ്കര തിരക്കവിടെ. ഒന്നല്ലെങ്കിൽ ആട്, അല്ലെങ്കിൽ മാടുകൾ,
അല്ലെങ്കിൽ പ്രാവ്, കാള, അങ്ങനെ പലതും, നാണയമാറ്റക്കാർ, ഒത്തിരി കാര്യങ്ങൾ എവിടെയുണ്ട്? ആലയത്തിലുണ്ട്. പക്ഷേ ഈ പെന്തക്കോസ്ത് ദിനത്തിൽ ഒരു അത്ഭുതകരമായ സംഭവമാണ് അവിടെ നടന്നത്. സാക്രിഫൈസ് എന്ന് പറയുന്നത് മാറാനിടയിൽ. സാക്രിഫൈസ് ഇസ് ചേഞ്ച്ഡ് ടു സറണ്ടേഡ് ഹാർട്ട്. കയ്യും കാലും കൂട്ടിക്കെട്ടി യാഗപീഠത്തിൽ കൊണ്ടുവയ്ക്കുന്ന അനുഭവത്തിന് പകരം സ്വയം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന, തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവമുള്ള വ്യക്തി ജീവിതങ്ങളെ അത്ഭുതകരമായിട്ട് ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ഒരു പ്രവൃത്തിയുടെ ആരംഭ ദിവസമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇനി മാത്രമല്ല, അന്ന് സംഭവിച്ചൊരു കാര്യം എന്താ അറിയാമോ? നമുക്കറിയാം ആരാധന എവിടെയായിരുന്നു. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ യഹൂദന്മാരുടെ ആരാധന നടക്കുന്ന സ്ഥലം എവിടെയാണ്? സിനഗോഗാണോ അതോ അവരുടെ, അതായത് സിനഗോഗ് എന്നല്ലേ പള്ളി എന്ന് പറയുന്ന സിനഗോഗാണോ അതോ അവരുടെ ഈ ടെമ്പിളാണോ? ടെമ്പിളാണ്. അപ്പോൾ പിന്നെ ഈ മട്ടാഞ്ചേരിയിൽ സിനഗോഗുണ്ട്, കൊടുങ്ങല്ലൂർ സിനഗോഗുണ്ട്, ലോകത്തിൽ പലയിടത്തും സിനഗോഗുണ്ട്. അപ്പോൾ സിനഗോഗിൽ ആരാധന നടക്കില്ലേ? ഓക്കെ. നമ്മളൊരിക്കൽ സൺഡേ സ്കൂൾ കുട്ടികളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അയാളെയും നമുക്ക് കാണിച്ചു തന്നത് എന്തിനാണ് സിനഗോഗ് ഉണ്ടായത്. കുറച്ച് യഹൂദന്മാരുണ്ടെങ്കിൽ അവരുടെ മധ്യത്തിൽ എന്തു വേണം? ഒരു സിനഗോഗ് വേണം. സിനഗോഗ് അതൊരു കണക്കുണ്ട് കേട്ടോ, 10 പേരോ 15 എത്രയോ ഒരു കണക്കുണ്ട്, എനിക്ക് മറന്നുപോയി. 10 എനിക്ക് തോന്നുന്നു. 10 പേര് കുറവുണ്ടെങ്കിൽ വേണ്ട, 10 പേര് കൂടുതലാണെങ്കിൽ സിനഗോഗ് വേണം. ഒരു റബ്ബി പോലെ ഒരാളും വേണം. അവർ വന്നു കഴിഞ്ഞാൽ ഈ പുസ്തകങ്ങളൊക്കെ തുറന്ന് വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ് അതിൽ നടക്കുന്നത്. അത് നിർബന്ധമാണ് അവർക്ക്. സിനഗോഗ് നിർബന്ധമാണ്. പക്ഷെ സിനഗോഗിലല്ല ഇസ്രായേൽക്കാരുടെ ആരാധന. അതുകൊണ്ട് ഇപ്പോൾ ഈ മണിപ്പൂരിൽ നിന്ന് പോലും ഒരു ടീം ഇപ്പം അങ്ങ് വീണ്ടും പോയിരിക്കുക. അതായത് ഗോത്രങ്ങളിലുള്ളവരൊക്കെ എവിടേക്ക് പോകണം? ഇസ്രായേലിൽ പോകണം. പക്ഷേ ദൈവസഭയുടെ ഇനോഗ്രേഷൻ ഡേയിൽ ദൈവം ഒരു മാറ്റം വരുത്തി. ദൈവത്തിൻ്റെ സ്വന്തം ജാതി എന്ന് പറയുന്ന ഇസ്രായേലുടെ ആ ആലയത്തിലല്ല, മറിച്ച് ലോകമെമ്പാടും അനേക ജാതികൾ വസിക്കുന്ന സ്ഥലത്തും ദൈവത്തിൻ്റെ ആരാധന ഉയരുന്നതിൻ്റെ ആരംഭമായിട്ട് ദൈവ ദിവസത്തെ മാറ്റി. അതിന് തെളിവെന്താ? ഒരു റെപ്രസെൻറ്റേഷൻ എത്ര ഭാഷക്കാരെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. ഒത്തിരി ഭാഷക്കാർ, അനേക ഭാഷക്കാരും അവിടെ വന്നു. ദൈവത്തിനൊരു ഇനോഗ്രേഷൻ ആയിരുന്നു. അതായത് വർഷിപ്പ് സ്പ്രെഡ് ടു ഓൾ നേഷൻസ്. അടുത്തത് ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ നടന്നത് ഒരു ആൾക്കാർ ഒരിക്കലും സമ്മതിക്കില്ല അതൊരു യഹൂദൻ്റെ പള്ളിയാണെന്നൊന്നും പറയില്ല. നമ്മളെക്കുറിച്ചും പലരും പറയും, എവിടെ നിങ്ങളുടെ ആരാധന നടക്കുന്നത്? ഞാൻ പറയും, നമ്മുടെ വീടിൻ്റെ മുകളിലൊരു ഹോളിലാണ്. അത് ശരി, നിങ്ങളൊക്കെ സ്വയം ഇങ്ങനെ ഓരോ വീടിൻ്റെ മുകളിലും ഓരോ പള്ളി ഉണ്ടാക്കണോ? എത്ര പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. പലരും ചോദിക്കും, നിങ്ങൾക്ക് സഭയുടെ ഹെഡ് എവിടെയാണ്? അതെവിടെ, ഇതെവിടെയാണ്? ഞാൻ പറയും, ഞങ്ങളുടെ വീടിൻ്റെ മുകളിലാണ് ഒരു ഹോള്, അവിടെയാണ് കൂടി വരുന്നത്. പിന്നെ ഞാൻ ചിലപ്പോൾ പറയും, കുറച്ച് വലിയ ഹോളാണെന്ന് പറയും. എന്നാലും ഈ പരിഹസിക്കുന്നവർ പറയും, എന്ത് പള്ളി, നിങ്ങൾക്കൊക്കെ തോന്നിയമാതിരി പള്ളി ഉണ്ടാക്കാനുള്ളോ? അവർ പറയും. പക്ഷേ ഇതിൻ്റെ ആരംഭം കത്തീഡ്രലിൽ കുർബാന ചെല്ലുന്നവരോ അല്ലെങ്കിൽ വലിയ പള്ളികളിൽ കുർബാന അർപ്പിക്കുന്നവരോ ഒന്നും ആരംഭിച്ച ശുശ്രൂഷയല്ല ഇത്. ഈ ശുശ്രൂഷ ആരംഭിച്ചത് ഒരു മർക്കോസിൻ്റെ മാളിക മുറിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന്, ദൈവത്തിൻ്റെ വാക്തത്വം പ്രാപിക്കാൻ കാത്തിരുന്ന്, കർത്താവ് പറഞ്ഞതുപോലെ കാത്തിരുന്ന ജനത്തിൻ്റെ മധ്യയിൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും വചനം വായിച്ചും ഒരുങ്ങിയിരുന്ന ജനത്തിൻ്റെ മധ്യേ വലിയ ആരാധന വെളിപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം,
ഈ സോക്കോൾഡ് പാരമ്പര്യത്തിൻ്റെ സ്ഥലങ്ങളിൽ നിന്ന് വീടുകളുടെ ഉള്ളിലേക്ക് ഹൗസ് ചർച്ചസ് ആരംഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി. സ്തോത്രം. ദൈവസഭ, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമായി നമ്മുടെ വീടുകൾ മാറേണ്ട സമയമുണ്ട്. ഞാനിത് പറഞ്ഞത് രോഗികളായിട്ടും നടക്കാൻ കഴിയാത്തവരുടെ വീട്ടിൽ നടക്കേണ്ട കാര്യമല്ല ഇത്. ഞാൻ പറയുന്നു, ജോർജൻ്റെ വീട്ടിലൊരു ഹൗസ് വാമിങ്ങിൻ്റെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നെ നടന്നിട്ടില്ല. ജോർജ് അനുവദിക്കുകയാണെങ്കിൽ ഒരു കോട്ടേജ് മീറ്റിംഗ് നടത്താൻ പറ്റും. ടോമിയുടെ വീട്ടിൽ മീറ്റിംഗ് നടത്താൻ പറ്റും. അതുപോലെ വാടകയ്ക്ക് താമസിക്കാത്തവരുടെ വീട്ടിൽ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഗ്രഹം ഉണ്ടെങ്കിൽ നടത്താൻ പറ്റും. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമുക്ക് നടത്താൻ പറ്റും. ആരൊക്കെ അത് ആഗ്രഹിക്കുന്നു അവരെന്നോട് പിന്നീട് പറയണം. നമുക്കതനുസരിച്ച് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുക. ഞാൻ പറഞ്ഞത് ഈ വലിയ അമ്പരചുംബികളായ കത്തീഡ്രലുകളിൽ നിന്ന്, വലിയ ബസലിക്കകളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് ആരാധനയും പ്രാർത്ഥനയും മാറിയതിൻ്റെ ഉദ്ഘാടനമായിരുന്നു അന്ന് നടന്നതെന്നാണ് പറഞ്ഞത്. അടുത്തത് കൂട്ടായ്മ നടന്നത്. അടുത്തത് എബ്രായലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ശബ്ദവരുത്തി വായിക്കാം. സ്തോത്രം. എബ്രായലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം ഒരു ദൈവവചനം പഠിക്കുന്ന ആൾക്കാർക്ക് വളരെ ഹൃദ്യമായ വാക്കാണ്. ദൈവവചനത്തിൻ്റെ ആഴങ്ങളും അതിൻ്റെ ഉപയോഗത്തിൻ്റെ ശക്തിയും അതിൻ്റെ ഒക്കെ എഴുതിയ ഒരു വാക്യമാണ്. പക്ഷേ ഈ ദൈവസഭയുടെ ബർത്ത്ഡേയുടെ അന്ന് എങ്ങനെയത് ഫലമായതെന്നൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. സത്യത്തിൽ ഇസ്രായേൽ ജനം ഒത്തിരി യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ശരിയല്ല? വാളുകൊണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. വാളില്ലാതെയും യുദ്ധത്തിൽ ജയിപ്പിച്ച ചരിത്രമൊക്കെ ദൈവത്തിനുണ്ട്. വാള് കൊണ്ട് യുദ്ധം ചെയ്യാതെ ദൂതന്മാർ യുദ്ധം ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ജയിപ്പിച്ചതിനെ കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. എന്നാൽ വാളില്ലാതെ ആദ്യം ഒരു വലിയ യുദ്ധത്തിൻ്റെ വിജയം ലഭിച്ച ഒരു സ്ഥലമാണ് ഈ ബർത്ത്ഡേ. അതെങ്ങനെയാണ്? പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് താൻ ഒരു ദൈവവചനത്തിൽ ഊന്നിയ ഒരു പ്രസംഗം നടത്തി. സാധാരണ ഒരു പ്രസംഗമായിരുന്നു അല്ല. നമ്മൾ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ വായിച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് വായിച്ചു തീരും? ഒരു 10 മിനിറ്റ് കൊണ്ട് വായിച്ചു തീരും. മനസ്സിരുത്തി വായിച്ചാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ധ്യാനിച്ചു വായിക്കാം. പക്ഷേ ആ പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്താ? അത് ഇന്ന് പറഞ്ഞതുപോലെ ഏതു വാളിനേക്കാളും മൂർച്ചയേറിയത് നമ്മുടെ ഹൃദയത്തിലെ വിചിന്തനങ്ങളെയും സന്ധിമജ്ജകളെയൊക്കെ കടന്നു ചെന്ന് അക്ഷരാർത്ഥത്തിൽ ഇരിക്കപ്പെടുത്തി കൊടുക്കില്ല. പല ആൾക്കാരും പറയും പാസ്റ്റർ കുത്തി പ്രസംഗിച്ചു, അങ്ങനെ പറയുന്ന അനേക ദൈവസഭകളുണ്ട്. നമ്മുടെ സഭയിലും ആരും അങ്ങനെ പറയാറില്ല. കാരണം ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്നവരായതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഭാഷയെ അറിയില്ല. പക്ഷെ അങ്ങനെ ഭാഷയൊക്കെ പറയുന്ന എത്ര പേരുണ്ട്? പാസ്റ്ററുടെ പ്രസംഗ നിമിത്തം സഭ വിട്ടുപോയവരൊക്കെ ഒത്തിരിയുണ്ട്. ഞങ്ങൾ ഉപദേശിക്കണ്ട എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ പത്രോസിൻ്റെ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എത്ര പേർക്ക് കുത്തുകൊണ്ടു? 3000 പേർക്ക് കുത്തുകൊണ്ടുണ്ട്. അതിൽ കൂടുതൽ പേർക്ക് കുത്തുകൊണ്ടുണ്ടാവും. ചിലരൊക്കെ പരിഹസിച്ചു. ചിലർ കുത്തുകൊണ്ടാലും എന്ത് ചെയ്യില്ല? അനുസരിക്കില്ല, പരിഹസിക്കും. പല സഭയിലുള്ള പലരും പോലെ പരിഹസിക്കും, പാസ്റ്റർക്കെതിരെ മറ്റുള്ളവർ. അവിടെ പത്രോസിനെതിരെ കുറ്റം പറഞ്ഞവരുണ്ട്. കുടിച്ചവർ, പുതുവീഞ്ഞ് കുടിച്ചവർ, അവരാണ്, ഇവരാണ്, ജാതികളാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ പലരുമുണ്ട്. പക്ഷേ ഹൃദയത്തിൽ കുത്തുകൊണ്ട പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കിയവർ എന്ത് പറയുന്നറിയാം? ഞങ്ങളെന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ
ലോകപ്രകാരമുള്ള മനുഷ്യൻ്റെ ആയുധങ്ങളല്ല, ദൈവവചനമായിരിക്കുന്ന ആ വാള് ആദ്യമായിട്ട് ശക്തിയോടെ മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാൻ ഉപയോഗിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു ആ ബർത്ത്ഡേ ദിവസം. ഹല്ലേലൂയ. അടുത്ത പ്രത്യേകത നമുക്കറിയാം, ദേവാലയത്തിന് പ്രത്യേകതയുണ്ട്. യഹൂദൻ്റെ ദേവാലയത്തിന് പ്രത്യേകത, യഹൂദൻ്റെ മാത്രമല്ല ഈ ജാതികളുടെ ദേവാലയത്തിനും പ്രത്യേകതയുണ്ട്. ബാലിൻ്റെ പുരോഹിതന്മാർ അവരെന്ത് ചെയ്തു? അവരും യാഗം ചെയ്യുന്നവർ തന്നെ, അവിടെയും തീ കത്തിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഇദ്ദേഹം ഏലിയാവ് വെല്ലുവിളിച്ചു വരാം, ഒന്ന് നോക്കാൻ പറഞ്ഞു, തീ ഇറക്കാൻ പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞു. അവർ പഠിച്ച പണി 18 നോക്കിയിട്ട് എന്ത് പറ്റിയില്ല, തീ ഇറക്കാൻ പറ്റിയില്ല. വെള്ളമൊക്കെ തെളിച്ച് നമ്മളൊക്കെ എന്തെങ്കിലും ആ പറമ്പിലൊരു തീ കത്തിക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരിക്കൽ തീ കത്തിക്കാൻ നിന്നിട്ട് ഞങ്ങൾ അന്ന് ഈ ഇതൊന്നും ഉണ്ടല്ല, ഏതാ ഓസൊന്നുമില്ല, ഞാനും ജോയ്സും എനിക്ക് തോന്നുന്നു സരിതി ഉണ്ടായിരുന്നെന്ന് അറിയില്ല, നമ്മുടെ ബബിതൊക്കെ കൂടി ഉള്ള ബക്കറ്റും കൊണ്ട് വെള്ളം കൊണ്ടൊന്ന് ഓട്ടത്തോട് ഓട്ടായിരുന്നു കത്തിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. ആ ഭാഗത്തേക്കൊക്കെ കത്തി കയറിപ്പോയി. കാരണം അപ്പുറത്ത് റെയിൽവേ ലൈനല്ല, ചട്ടപ്പെടാന്ന് പറഞ്ഞ പച്ചത്തൊക്കെ കത്തിക്കൊണ്ടിരിക്കുക. അപ്പം അത് കഴിഞ്ഞപ്പോൾ എന്നോട് അയൽവക്കക്കാരൻ പറഞ്ഞു, ഇനി കത്തിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ഓസ് എടുത്ത് വെച്ചിട്ട് കത്തിക്കാൻ പാടുള്ളൂ, ചുറ്റുഭാഗത്ത് നനച്ചിട്ട് കത്തിക്കാൻ പാടുള്ളൂ, ആ കത്തലങ്ങോട്ട് പോരുത്, അപ്പുറത്തേക്ക് പോകരുത്. പ്രിയപ്പെട്ടവരെ, ഏലിയാവ് കത്തിച്ചെങ്ങനെന്നറിയോ? കത്തിക്കാൻ അവരെ വെല്ലുവിളിച്ചത് ചുറ്റും നനച്ചട്ടാണ്. മര്യാദയ്ക്ക് തീ വന്നാലേ കത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് ഉറപ്പിക്കാൻ വേണ്ടി ഇവരെങ്ങാനും ഈ സൂത്രപ്പണിയൊന്നും ചെയ്യണമെന്ന് വെച്ചു. എന്നാൽ യഹൂദന്റെ ദേവാലയത്തിൽ യാഗപീഠത്തിൽ തീയും, ബൈബിൾ പറയുന്നത് യാഗപീഠത്തിൽ തീ എന്ത് ചെയ്യരുത്, കെട്ടുപോകരുത്. എന്നാൽ ഈ ദൈവസഭയുടെ ബർത്ത്ഡേ നടന്ന അത്ഭുതകരമായ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ അൾത്താരയിലുള്ള ഓൾട്ടറിലുള്ള ഫയർ അത് മാറിപ്പോകല്ല, അതിന് മാറ്റം സംഭവിച്ചു. ഓൾട്ടറിലെ ഫയർ അത് മാറി, അതിൻ്റെ സ്വഭാവം മാറി. എങ്ങനെയാണ് മാറിയത്? അത് കത്തിക്കുന്ന തീയല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീയായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. തീനാവുകൾ അവരുടെ മേലേക്ക് വന്നു. അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. അതായത് തീ വന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അനേകരെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുതകരമായ ഒരു മൂവ് അന്നത്തെ ദിവസം നടന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ അൾത്താരയിലെ ആ തീ പരിശുദ്ധാത്മാവിൻ്റെ തീയായി മാറിയതിനെ കുറിച്ച്. അവിടെ പറയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലോകപ്രകാരം ഒരു തീയല്ല, മറിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ശിക്ഷാവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന, തണുത്ത് കിടക്കുന്ന, മാനസാന്തരമില്ലാതെ കിടക്കുന്ന ഹൃദയങ്ങളിൽ തീ കത്തിക്കും. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരത്തിൻ്റെ അനുഭവമില്ലാതെ റിവൈവൽ എന്ന് പറഞ്ഞാൽ അതിന് റിവൈവൽ എന്ന് പറയാൻ പറ്റില്ല. മാനസാന്തരത്തിന് അനുഭവമില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ തീ എന്ന് പറഞ്ഞാൽ അത് തീയല്ല. ഇവിടെ നടന്നത്, ബർത്ത്ഡേ അന്ന് നടന്നത് പരിശുദ്ധാത്മാവിൻ്റെ തീയാണ്. ഇനി ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 6-7 വാക്യം.
2 കൊരിന്ത്യർ 9:6-7 എന്നാൽ ലോകമായി വിതയ്ക്കുന്നവൻ ആ. ലോകമായി കൊയ്യും, ആ. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളും. ഇവിടെ 7-ാമത്തെ വാക്യം വായിച്ചു. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് സന്തോഷത്തോടെ കൊടുക്കണം. ലോകമായി വിതയ്ക്കുന്നവൻ ലോകമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് പറഞ്ഞാൽ ആ ദൈവസഭയുടെ ബർത്ത്ഡേ അന്ന് നടന്നൊരു അത്ഭുതകരമായ കാര്യമാണ്. നിർലോഭമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ജനത്തെ നിർബന്ധിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് നടന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ക്രോഡീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പെന്തക്കോസ്ത് ദിനത്തിൽ യഥാർത്ഥത്തിൽ നടന്നത് ദൈവസഭയുടെ ഒരു ബർത്ത്ഡേ ആയിരുന്നു. അന്ന് നടന്ന ആദ്യത്തെ പ്രത്യേകത, ഇസ്രായേൽ ജനം ആ ധാന്യങ്ങൾ ഉള്ളതിൽ നിന്ന് ആത്മാക്കളുടെ ഒരു ഹാർവസ്റ്റിലേക്ക് വരാനുണ്ട്. മറ്റൊന്ന്, കല്ലുകളിൽ എഴുതിപ്പെട്ട് നൽകിയിരുന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ഹൃദയങ്ങളിലേക്ക്, മാംസപ്പലകളിലേക്ക് ദൈവം മാറ്റി. ദൈവത്തിൻ്റെ ആലയം എന്നറിയപ്പെട്ടിരുന്ന മനോഹരമായിരിക്കുന്ന പള്ളികളിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന് അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിരിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലേക്ക്, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയത്തിലേക്ക് വരുവാനാണ്. മറ്റൊന്ന്, തരംതിരിവില്ലാതെ രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവുമാക്കി, സ്വന്തം വംശമാക്കി ദൈവം മാറ്റിയ ദിവസം. മാത്രമല്ല, ആരാധനയും യാഗങ്ങളുമുള്ള സ്ഥലത്ത് നിന്ന് ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്നവരുന്ന, ദൈവത്തിന് വേണ്ടി തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന ഒരു ദിവസമാക്കി മാറ്റി. മറ്റൊന്ന്, ദൈവിക ആരാധന, ദൈവത്തിൻ്റെ ആരാധന അത് അനേക രാജ്യങ്ങളിലേക്ക്, അനേക ഭാഷക്കാരിലേക്ക്, അനേക ജാതിക്കാരുടെ ഇടയിലേക്ക് പകരപ്പെടുന്ന അനുഭവത്തിൻ്റെ ആരംഭമായി മാറി. പിന്നെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതും യുദ്ധം ചെയ്യുന്നതും ലോകത്തിൻ്റെ സൈന്യം കൊണ്ടോ വാളുകൊണ്ടോ അല്ല, മറിച്ച് ദൈവവചനം എന്ന വാളുകൊണ്ട് ദൈവം മനുഷ്യരെ രൂപാന്തരപ്പെടുത്തിയ ദിവസമാക്കി മാറ്റി. അതുപോലെ തന്നെ ആ ഓൾട്ടറിൽ, ആ അൾത്താരയിൽ, യാഗപീഠത്തിൽ ഉയർന്ന തീക്ക് പകരം പരിശുദ്ധാത്മാവിൻ്റെ ഒരു തീ ഉതിർത്ത ദിവസമാക്കി മാറ്റി. പിന്നീട് ലോകമായി അല്ല, ധാരാളമായി കൊടുക്കേണ്ട ഒരു ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ ആത്മാക്കളുടെ വർധനവിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്ന് മനസ്സിലാക്കാൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.